ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെതിരായ ED അപ്പീലിൽ അടിയന്തരമായി ഇടപെടാതെ ഹൈക്കോടതി. അപ്പീലിൽ വാദം കേൾക്കുക തെരഞ്ഞെടുപ്പിന് ശേഷമെന്നും കോടതി. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. CMRL MD ശശിധരൻ കർത്ത തിങ്കളാഴ്ച EDക്ക് മുന്നിൽ ഹാജരാകണമെന്നും കോടതി. രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ മുഖ്യപ്രതിയും സൂത്രധാരനും പിടിയിലായത് തീർത്ഥഹള്ളി സ്വദേശികളായ അബ്ദുൽ മത്തീൻ താഹ, മുസാദിർ ഹുസൈൻ ഷാസിഖ് എന്നിവർ. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത് കൊൽക്കത്തയിൽ. പിണറായി വിജയൻ BJPയുടെ താരപ്രചാരകനെന്ന MM ഹസൻ. പ്രധാനമന്ത്രി BJP പ്രചാരണത്തിന് കേരളത്തിൽ വരേണ്ട കാര്യമില്ലെന്ന് പരിഹാസം. BJPയേക്കാൾ കൂടിയ വർഗീയവൽക്കരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും ഹസൻ. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം. പകർപ്പുകൾ ലഭിക്കാൻ അതിജീവിതയ്ക്ക് അവകാശമുണ്ടെന്ന് കോടതി. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക്. മുഖ്യമന്ത്രി സംഭവത്തെ ലഘൂകരിക്കുമെന്നും തെരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷതയും സുരക്ഷയും ബാധിക്കുമെന്നും MM ഹസൻ. തിരുവനന്തപുരത്ത് BJP ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ആൽബർട്ട് കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി വിട്ടത് തീരദേശത്തോടും ക്രിസ്ത്യൻ സമുദായത്തോടും BJP പുലർത്തുന്ന സമീപനത്തിൽ മനംതൊന്നെന്ന് ഫ്രാൻസിസ്. തീരദേശ മേഖലയിൽ വോട്ടുകൾ തട്ടിയെടുക്കാൻ BJP പണം വാരിവരുകയാണെന്നും ആരോപണം. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾക്ക് തുടക്കം. 13 ആവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കും. ചന്തകൾ പ്രവർത്തിക്കുക ഏപ്രിൽ 18 വരെ. വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ 1-ാം പ്രതി രൂപേഷിന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ച NIA കോടതി. 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷം തടവ്. 4-ാം പ്രതി കന്യാകുമാരിക്കും 8-ാം പ്രതി ബാബു ഇബ്രാഹിമിനും 6 വർഷം തടവ്. രഞ്ജി ട്രോഫിയിൽ കളിക്കാതിരുന്നതിലും BCCI കരാർ നഷ്ടമായതിലും പ്രതികരണവുമായി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ. പല കാര്യങ്ങളും തങ്ങളുടെ കയ്യിലല്ലെന്ന് താരം. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസ് മത്സരത്തിന് ശേഷമാണ് താരത്തിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.